MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയായ ഒരു ബീഫ് സ്റ്റൂവും അതുപോലെ അരിയൊന്നും അരക്കാതെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റായ ഒരു ഇൻസ്റ്റൻറ്റ് പാലപ്പവുമാണ്. ആദ്യം നമുക്ക് ബീഫ് സ്റ്റൂ തയ്യാറാക്കാം. ഇതിനായി ഞാൻ 1/2 കിലോ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച കുരുമുളകും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 4 പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ കഴിഞ്ഞ് മീഡിയം ഫ്ലെയിമിൽ 20 മിനിറ്റ് വേവിക്കണം. ഒരു 10 കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കുതിരാനായി വെക്കാം. ഇനി ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 ഏലക്ക, 5 ഗ്രാമ്പൂ, 2 ചെറിയ പീസ് പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് വഴറ്റാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 6 പച്ചമുളക് നീളത്തിൽ മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. എരിവിന് കൂടുതലും പച്ചമുളകാണ് ചേർക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് കൂടുതൽ ചേർക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായി വഴന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കിയതും 1 ക്യാരറ്റ് അരിഞ്ഞതും ചേർക്കാം. ഇതിലേക്ക് ഇനി 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കാം. 1/2 കപ്പ് തേങ്ങയിൽ നിന്നും 1 കപ്പ് ഒന്നാം പാലും 1/2 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. അതിൽ ഈ രണ്ടാം പാലിലാണ് നമ്മൾ ഈ വെജിറ്റബിൾസ് വേവിക്കുന്നത്. ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി അടച്ചു വെച്ച് വേവിക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതിലെ ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച കാഷ്യൂ നട്ട്സ് അരച്ചെടുത്തതാണിത്. ഇനി നമ്മൾ മാറ്റി വെച്ച കട്ടിയുള്ള ഒന്നാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞ് ഇതിനി തിളപ്പിക്കേണ്ട. നന്നായി ചൂടായി വന്നാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയായ ഒരു കറിയാണിത്. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയുള്ള ഈസ്റ്റ് പൊങ്ങാനായി വെക്കാം. ഈ ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം.
ഇതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി 4 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ ബൗളിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. നമ്മൾ റവ കൊണ്ടാണ് ഈ പാലപ്പം ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 10 മിനിറ്റ് നമുക്ക് കുതിരാനായി വെക്കാം. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈസ്റ്റും പൊങ്ങി വരും. ഈസ്റ്റ് എപ്പോഴും നല്ല പുതിയ ഈസ്റ്റ് തന്നെ എടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം. മൈദക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്താലും മതി. ഈസ്റ്റ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ 1/2 കപ്പ് തേങ്ങയിൽ നിന്നും 1/4 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തത്. 1 കപ്പ് തേങ്ങാപ്പാൽ റവ കുതിരാനായി വെച്ചപ്പോൾ ചേർത്തിരുന്നു. ഇതിപ്പോൾ നല്ല സ്മൂത്തായി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. ബാറ്റർ തിക്കായി തോന്നുകയാണെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലോ വെള്ളമോ ഒഴിച്ച് ലൂസാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അപ്പം ചുട്ടെടുക്കാം. ഒരു അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തവി മാവൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ഇതിൽ ചെറിയ കുമിളകൾ വരുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. ഞാനിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാം നമുക്കിതുപോലെ ചുട്ടെടുക്കാം. ഞാൻ അരി അരച്ചുണ്ടാക്കുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. നല്ല സോഫ്റ്റായ പഞ്ഞി പോലത്തെ പാലപ്പമാണിത്. വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പാലപ്പത്തിൻ്റെയും ബീഫ് സ്റ്റൂവിൻ്റെയും റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്